ഹായ് ഹലോ. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിന് ശേഷമാണ് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ആഹ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിൻ്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോ. എല്ലാവരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വിഷൻ ബോർഡിനെ കുറിച്ചിട്ടും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും അങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചാനലൊന്ന് ആക്റ്റീവാക്കി എടുക്കുക. ഈ വർഷത്തെ ഒരു വിഷൻ ബോർഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ ആക്റ്റീവ് ആവുക. പല കാരണങ്ങളിലും ഇങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തി ഒഴിഞ്ഞു മാറാണ്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആവുക എന്നുള്ളത് ഈ വർഷത്തെ തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2026 തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്ത, ഫുൾ ലെങ്ത് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാത്ത എൻ്റെ ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ വർഷം എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള, ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള വിഷൻ ബോർഡും അതിന് എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, എങ്ങനെയാണ് നടന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് എൻ്റെ വിഷൻ ബോർഡ്. ഇതിൽ വീടിൻ്റെ കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. വീടിൻ്റെ കാര്യത്തിനെക്കുറിച്ച് ഞാൻ അങ്ങനെ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ചിട്ട് അതിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നാട്ടിൽ സ്വന്തമായിട്ട് വീടുണ്ട്, ഹസ്ബൻഡും വീടുണ്ട്, എനിക്കും നാട്ടിൽ വീടുണ്ട്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ളൊരു വീട് എന്നതുള്ളതായിരുന്നു സ്വപ്നം. അത് എറണാകുളത്ത് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് മാത്രം നടന്നില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം എൻ്റെ 3 സിനിമകൾ റിലീസായിട്ടുള്ള വർഷമാണ്. ആദ്യമായിട്ടാണ് ഒരു വർഷം 3 സിനിമകൾ അങ്ങനെ റിലീസാവുന്നത്. പരിവാർ, സംശയം, ധീരൻ, ഈ 3 സിനിമകൾ റിലീസായ വർഷമാണ്. ആദ്യമായിട്ട് ഞാൻ കുറേ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള വർഷമാണ്. 3 പരസ്യം, അത് 3 കേട്ടോ. ക്യൂട്ടി സോപ്പിൻ്റെ ഒരു ആഡ്, പിന്നെ ശ്രീറാം ഫൈനാൻസിൻ്റെ ആഡ്, പിന്നെ നെല്ലറ ചിക്കൻ മസാലയുടെ ആഡ്. ഈ 3 ചെയ്തിട്ടുള്ള വർഷമാണ്. പിന്നെ യുറേക്ക സ്റ്റോറീസിൻ്റെ എപ്പിസോഡ്സിൽ വന്ന വർഷമാണ്. ശരിക്കും ഞാൻ വിചാരിച്ചു, എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് കഴിഞ്ഞ വർഷം ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ എൻഡ് ആവുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു വർഷമായിരുന്നു. ഞങ്ങൾ ഒരുപാട് ടൂർ പോകാൻ പ്ലാനൊക്കെ ചെയ്തു, പക്ഷെ ഒരു പ്ലാനിങ്ങും നടന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും, അതായത് വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ലെങ്കിലും അതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളൊരു വർഷമായിരുന്നു. ഇതിൽ കാണുന്ന പോലെ ആദ്യമായിട്ട് ഒരു ജിമ്മിൽ ജോയിൻ ചെയ്ത വർഷമായിരുന്നു. ഫിറ്റ്നസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ച വർഷമായിരുന്നു. പിന്നെ മണി മാനേജ്മെൻറ്റ് ഞാൻ കൂടുതലും ഗോൾഡിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. കഴിഞ്ഞ വർഷം ഈ ഒരു മാല വാങ്ങി, പിന്നെ അത് കൂടാണ്ടൊരു ബാങ്കിൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത വർഷമാണ്. പിന്നെന്താ, ഫാമിലിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു വർഷമാണ്. കൂടുതൽ ഹസ്ബൻഡിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും റിലേഷൻഷിപ്പിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച വർഷമാണ്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്, എന്നാലും കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു. അങ്ങനെ വലിയ വഴക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വർഷമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി വിഷൻ ബോർഡിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് ഇങ്ങനെ ആയെങ്കിൽ നന്നായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിഷൻ ബോർഡ് ഞാൻ സെറ്റ് ചെയ്തിട്ട് എൻ്റെ ഫോണിൽ വാൾപേപ്പറാക്കി വെച്ചതായിരുന്നു. പിന്നെയുള്ളത് ഈ ഒരു അവാർഡ്, ഇത് മലയാള പുരസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നു പരിവാറിലെ ആക്ടിങ്ങിൻ്റെ. അപ്പോൾ വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം നടന്നിട്ടുള്ളൊരു വർഷമാണ്. അടുത്ത വർഷത്തേക്കും ഒരു വിഷൻ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ കണ്ടു നമ്മുടെ തന്നെ ഇമേജ് ജെമിനായും എഐക്ക് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നൊക്കെ. പക്ഷേ എന്താണെങ്കിലും ഇതിൻ്റെ ഒക്കെ പുറകിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർഡ് വർക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ 3 വർഷം ഈ വർഷം 3 അഡ്വർടൈസ്മെൻറ്റിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 അഡ്വർടൈസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏജൻസിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ ആക്ടിങ് പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളത്. ദെൻ മണി ഏൺ ചെയ്യുക. അതാണെങ്കിൽ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് ഉണ്ട്, ഒരു പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഈ ഒരു ആക്ടിങ്ങിൽ നിന്ന് വരുന്ന ഇൻകം. അങ്ങനെയുള്ള ഇൻകം ജനറേറ്റ് ആവുന്നത് കൊണ്ടാണ് എനിക്ക് മണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റിയത്. ഇപ്പോൾ ഈ ഫിറ്റ്നസിൻ്റെ കാര്യമാണെങ്കിലും നമ്മൾ ജിമ്മിൽ പോകണം എന്നുള്ളൊരു തീരുമാനം എടുത്താൽ മാത്രമല്ലേ നമുക്ക് അവിടത്തേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വിഷൻ ബോർഡിൻ്റെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം ഒരു എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മളൊരു കാര്യത്തെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടി എപ്പോഴും നമ്മൾ തോട്ട്സ്
നമുക്ക് ഉള്ള ഒരു നമ്മുടെ ആഗ്രഹത്തെ പെട്ടെന്ന് നടത്തി തരും. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാണും തോറും നമ്മളുടെ ആ ഒരു ആഗ്രഹം തീവ്രമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കും. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രമം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ശ്രമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിഷൻ ബോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ പിറകിലുള്ളൊരു പ്രിൻസിപ്പിൾ. അല്ലാണ്ട് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യം അങ്ങനെ നടക്കില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അവാർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞില്ലേ, ലാലേട്ടനാണ് അതിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അവാർഡിൽ പരിഗണിക്കപ്പെടുക എന്നുള്ളത്, ആ ഒരു ലിസ്റ്റിൽ ചാർട്ട് ചെയ്യപ്പെടുക എന്നൊക്കെ ഉള്ളത് 2025 വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാനൽ ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടി, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാണ്. അപ്പോൾ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.